ഈ നോമ്പിനൊക്കെ ഞാൻ വെക്കണ ഒരു കറിയാണ് ചേർത്തേ, മാങ്ങാക്കറിയാണ്. ഇത് അങ്കമാലി മാങ്ങാക്കറിയുടെയൊക്കെ ഒരു ഇതുപോലെ തോന്നും, പക്ഷെ അത് സംഭവം അങ്ങനെയല്ല. അത്രയും ചാറൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതേപോലത്തെ രീതിക്കാണ് ഞാൻ മാങ്ങാക്കറി വെക്കുന്നത്. അതും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ. ഇത് കാണിച്ചു തരാവേ. 10-12 വെളുത്തുള്ളി വട്ടം അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടം അരിഞ്ഞത്, പിന്നെ സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. പിന്നെ 2 വേപ്പിലയുമാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ മാങ്ങ വേണം, 2 ചെറിയ മാങ്ങയായിരുന്നു കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അത് ഇതേപോലെ ചെറുതാക്കി നുറുക്കിയെടുക്കണം. ഏകദേശം എൻ്റെ കൈക്കൊരു 3 പിടിയോളം ഉണ്ടാവേ. അപ്പോൾ ഇതേപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അത് നമുക്കൊരു മാറ്റി വെക്കാവേ. ഇനി ഇത് ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനകത്തോട്ട് ഒരു 1/2 സ്പൂണോളം കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു കണക്കിനാണ് കേട്ടോ ഞാൻ ഇത്രയും മാങ്ങക്കും ഇതിനുള്ള കണക്കിനാണ് ഞാനിതെല്ലാം പറയുന്നത്. 1/2 സ്പൂൺ കടുക് പൊട്ടിച്ച ശേഷം ഈ 10-12 വെളുത്തുള്ളി അരിഞ്ഞതും ആ അരിഞ്ഞു വെച്ച സംഭവങ്ങളില്ലേ, 3 പച്ചമുളകും ഒരു കുഞ്ഞ് സവാളയും വേപ്പിലയും കൂടി അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് മൊരിയണ്ട, വാടി കിട്ടിയാൽ മാത്രം മതി. വാടി കിട്ടുമ്പോൾ ഇതിനകത്തോട്ടുള്ള പൊടികൾക്ക് 2 സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, ഒരു ഇച്ചിരിക്കോളം ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ 2 സ്പൂൺ തന്നെ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഉലുവ പൊട്ടിക്കണമെങ്കിൽ ഈ പൊടി വേണ്ട കേട്ടോ. അപ്പോൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈക്വലായിട്ട് 2 സ്പൂൺ വെച്ച് അല്ലെങ്കിൽ 1.5 സ്പൂൺ വെച്ച്, 2 സ്പൂണാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് വാടി വന്നാൽ മതി കേട്ടോ, മൊരിയണ്ട. ഇതിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്ന സമയമാകുമ്പോൾ ആ പൊടികളെല്ലാവരും കൂടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഈ പൊടി ഒന്ന് ചൂടായാൽ മതി, മൊരിയാനൊന്നും നിൽക്കണ്ട. അപ്പോഴേക്കാളും മൊരിഞ്ഞ് വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ആ മൊരിവല്ല ഇതിന് വേണ്ടത്, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ തന്നെ ഞാൻ ആ പച്ചമാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായില്ലേ, അതിട്ട് കൊടുക്കുകയാണേ. അതും കൂടി ഇട്ട് നന്നായിട്ട് തന്നെ വഴറ്റുന്നുണ്ട് കേട്ടോ. നല്ലോണം തന്നെ അതിനകത്ത് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണ്ടേ. എന്നിട്ട് ഗ്യാസ് സിമ്മിലിട്ടിട്ടാണ് ഞാൻ ആ പൊടി മൂത്ത് കഴിഞ്ഞപ്പോൾ മാങ്ങ ഇട്ട സമയത്ത് ഗ്യാസ് ഓണാക്കി. എന്നിട്ട് നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഞാനൊന്ന് ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഒന്ന് മിക്സ് ചെയ്യുന്നത്. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ അതൊന്ന് മാങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വാടണം. അപ്പോൾ വാടി വന്ന ആ സമയത്ത് ആ ഉപ്പിട്ടതിൻ്റെ പുറകെ തന്നെ ഇട്ട് കൊടുക്കുക. 1 സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 സ്പൂൺ നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി മതിരിപ്പ് വേണം കേട്ടോ. അതെ, മാങ്ങ നന്നായിട്ട് തന്നെ ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഈ മാങ്ങക്ക് തൊണ്ടിന് നല്ല കനവുമുണ്ട്. ഒരുപാട് അലുത്ത് പോണ ടൈപ്പ് മാങ്ങയല്ല കേട്ടോ ഈ കറിക്ക് വേണ്ടത്. ഞാനപ്പോൾ അങ്ങനത്തെ ഒരു മാങ്ങ കിട്ടിയപ്പോൾ ഇത് വെച്ചതാണ്. നോമ്പിനൊക്കെ ഞാൻ വെക്കണ സംഭവമാണ് കേട്ടോ ഈ കറി. അപ്പം ഇതൊന്നും അങ്ങനെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. മാങ്ങയുടെ തൊലി ചെത്താതെയാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അതും അലുത്ത് പോകാത്ത ടൈപ്പ് മാങ്ങയാണ് ഇതിന് നന്നായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് തേങ്ങാപ്പാലാണ്. 1 പിടിയോളം തേങ്ങയുടെ പാല്, അതായത് 1/2 ഒന്നാം പാലും ഒരു ഗ്ലാസ്സിൽ 1/2 ഒന്നാം പാലും 1/2 രണ്ടാം പാലും മതി. അത്രയും മതി തേങ്ങാപ്പാൽ, ഒരുപാടൊന്നും വേണ്ട. 1 പിടി തേങ്ങയുടെ പാല് മതി കേട്ടോ ഇതിന്, ഒന്നാം പാലും രണ്ടാം പാലും വെച്ച്. പിന്നെ ഈ മാങ്ങക്ക് അധികം പുളിയില്ലാത്ത ടൈപ്പ് മാങ്ങയും കൂടി ആയിരിക്കണം കേട്ടോ. ആകെ എരിവിന് വേണ്ടത് ആ പച്ചമുളകിൻ്റെ എരിവ് മാത്രമുള്ളൂ. കാശ്മീരി ചില്ലിയാണ് ബാക്കി നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് ഒരുപാട് ചാറായിട്ടല്ല എടുക്കുന്നത്. ഇതിപ്പോൾ ഉള്ളത് ഇതൊന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ തിളച്ച് കഴിയുമ്പോൾ ഇതൊന്ന് പറ്റി വരും കേട്ടോ. അപ്പോൾ അലുത്ത് പോകാത്ത മാങ്ങയും കൂടി ആകുമ്പോൾ കറക്റ്റായിരിക്കുമേ. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു രീതി ഇതാണ് കേട്ടോ. ഒരു 5 മിനിറ്റോളം നല്ലോണം തിളച്ചാൽ മതി കേട്ടോ. മാങ്ങ അലുത്ത് പോകാത്ത മാങ്ങയും കൂടി ആകുമ്പോൾ സംഭവം സെറ്റാണേ. അപ്പോൾ ഞാൻ ഇന്ന് കറിക്ക് ഇതാണ് എടുത്തേക്കുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഞങ്ങളുടെ കറി ഇതെന്നാണ്. ഇന്ന് എല്ലാവരും നോമ്പാണ്. അപ്പോൾ ക്യാരറ്റും ബീൻസും കൂടി ഒലത്തിയതുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ.